എല്ലാവർക്കും നമസ്കാരം. മലയാള മനോരമയുടെ പോർത്തൂസ് എന്ന കലാ സാഹിത്യോത്സവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമ എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് എപ്പോഴും കുറച്ച് മായികമായ ഒരു പ്രോഡക്റ്റ് ആണ്. അതിന് നമുക്കങ്ങനെ ഇതാണ് ഇതിന്റെ വിജയ ഫോർമുല എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ഭംഗിയുള്ള സിനിമ എന്ന് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തിരിച്ചറിയാൻ ഒരുപക്ഷെ പരിധികളുണ്ട്. അത് പ്രേക്ഷകനാണ് കണ്ടിട്ട് പറയാ. അപ്പം സിനിമയും അതിന്റെ കഥയും അതിന്റെ കഥാപരിസരവും ബോക്സ് ഓഫീസും എന്നൊക്കെ പറയണത് കുറച്ച് ശാസ്ത്രീയമായി കൂടി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ സിനിമയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികള്. ഇപ്പം സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ AV അനൂപേട്ടൻ സംസാരിച്ച് തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അനൂപേട്ടൻ ഒരു കച്ചവടക്കാരനാണ്, കലാകാരനുമാണ്. അതൊരു പ്രത്യേകതരം കോമ്പിനേഷൻ ആണല്ലോ. അപ്പോ ഈ സിനിമ എന്നുള്ളൊരു പ്രൊഡക്റ്റിനെ എങ്ങനെയാ ഒരു കാണുന്നത്? ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ? അല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാനൊരു കച്ചവടക്കാരനാണ്. 17 വർഷമായിട്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു പാഷനാണ്. അതിന്റെ മുകളിലാണ് ഞാൻ സിനിമാ നിർമ്മാണത്തിലേക്ക് വരുന്നത്. പിന്നെ നാടകാഭിനയവും കുറച്ചൊക്കെ സിനിമ അഭിനയവും ഉണ്ട്. ഇത് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു ഏരിയ. പക്ഷെ പണം മുടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺസ് മറ്റു ബിസിനസ് പോലെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇപ്പം സിനിമ എന്ന് പറയുന്നത് അത് പ്രോസസ്സായി വരുന്നതിന് ഒരുപാട് കഥകളുണ്ട്. നമ്മളത് പലപ്പോഴും സക്സസ് ആയ സിനിമകളുടെ ആണിയറ കഥകൾ നമ്മളിങ്ങനെ ഒരുപാടായിട്ട് കേൾക്കും. അപ്പോൾ ഈ സിനിമയുടെ മേഖലയിൽ ഇപ്പോൾ ആരൊന്ന് സക്സസ് ആയാലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വലിയ കഥകൾ പറയാനുണ്ടാവും. എന്ന് വെച്ചാൽ സിനിമയെക്കാളും ഉദ്വേഗജനകമായ കഥകളായിരിക്കും ചിലപ്പോ. അപ്പോ ഇന്ദുവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്ദു എങ്ങനെയാണ് ഈ സിനിമ അതിന്റെ ഒരു സംവേദനത്തിന് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ സാറ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞു. ബേസിക്കലി ഇതിന്റെ എല്ലാ മേഖലയിലുള്ളവരെ സംബന്ധിച്ചും ഇത് പാഷൻ തന്നെയാണ്. ഞാനത് വെച്ചാൽ നമ്മളൊരു നിർമ്മാതാവിന്റെ മുമ്പിൽ ഒരു സിനിമയുമായിട്ട് പോകുന്ന സമയത്ത് ഈ സിനിമയുടെ കച്ചവട മൂല്യം എന്ന് പറയുന്നത് ഇതിലിട്ടാൽ തിരിച്ചു കിട്ടുന്ന പൈസ എന്ന് സിംപിളി പറയാവുന്ന ഒരു സംഭവത്തിലേക്ക് ചർച്ച പോകുന്നതിന് മുമ്പ് ഡെഫിനറ്റ് ആയിട്ടും ഇതെന്താണ് ഈ സിനിമ എന്നുള്ള ചർച്ച ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അതിപ്പോ കുറച്ചു കാലമായിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ നല്ലതാണ്, നല്ല സിനിമകൾ ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള കോൺവെർസേഷൻ ഉള്ളതുകൊണ്ട് എല്ലാ നിർമ്മാതാക്കൾക്കും അവർ ചെയ്യുന്ന സിനിമകളും കൂടി നല്ലതാവണം, റിട്ടേൺസ് വേണം, ഡെഫിനറ്റ്ലി ഈ സിനിമയിൽ എന്താണുള്ളത് എന്നുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ അത് ആ സമയത്ത് സിനിമയിലുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഏത് രീതിയിലുള്ള ഒരു സിനിമയുമായിട്ടും നമുക്ക് ഏതൊരു നിർമ്മാതാവിനെയും സമീപിക്കാം എന്ന് പറയുന്നത് ഒരു കാലത്താണല്ലോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ അവിടെ നമ്മുടെ സർഗശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് ഇടുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സെൽഫിന്റെ ഒരു അംശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സാഹചര്യമാണ്. ഞാൻ 2010 അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആ ഒരു ഗ്രോത്ത്, അതായത് നമ്മളിൽ ഉണ്ടാകുന്ന അതേ ഗ്രോത്ത് ഈ ഇൻഡസ്ട്രിയുടെ എല്ലാ പ്രോസസ്സിനിടയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സർഗപരമായി തന്നെ ഇതിനെ കാണാം. അങ്ങനെ തന്നെ ഒരു ജോലിയും അങ്ങനെ തന്നെയുള്ള ഒരു ഏരിയ ഓഫ് വർക്കുമാണ് ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അതിന്റെ എല്ലാ രീതിയിലുള്ള ചർച്ചയിലും അതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ ആണല്ലോ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താ സിനിമ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാം അതിന്റെ കഥ ഇങ്ങനെയായിരുന്നു നമ്മൾ പറയും. ഇപ്പൊ കൃഷാന്തിന്റെ സിനിമകളില് എപ്പോഴും അതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ അങ്ങ് വിസ്മയിപ്പിക്കും. എന്നിട്ടാണ് നമ്മൾ സിനിമയുടെ മറ്റ് സങ്കേതങ്ങൾ ഇതിങ്ങനെ ഇയാൾ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുക. ഇപ്പൊ ആവാസവ്യൂഹാണെങ്കിലും പുരുഷപ്രേതാണെങ്കിലും ഒക്കെ ഈവൻ അതിന്റെ പേര് പോലും നമുക്ക് ചിലപ്പോ ഇപ്പം നീളത്തിലുള്ള വട്ടത്തിലുള്ള ചതുരം, അങ്ങനെയൊക്കെ വൃത്തത്തിലുള്ള ചതുരം, അങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ ഇങ്ങനെ ഇതെന്താണ് ആദ്യം തന്നെ നമ്മൾ അമ്പരപ്പിക്കും. അപ്പോ കൃഷാന്ത് എപ്പോഴും ഈ കഥയിലേക്ക് വരുമ്പോ, സിനിമയുടെ കഥയിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക? കാരണം ഒരു കളക്റ്റീവ് പ്രോസസ് അല്ലേ. അപ്പൊ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളവർക്ക്. എന്നിട്ടാണല്ലോ പിന്നെ പ്രേക്ഷകരൊക്കെ വരുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും കൗതുകം ഇങ്ങനെ തോന്നാറുണ്ട്. ഞാനിപ്പം എനിക്ക് ഒരു നല്ല സമയത്ത് നല്ല പ്രൊഡ്യൂസർമാരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറച്ച് വിറ്റ് പോകുന്ന ഉറപ്പുള്ള കച്ചവട സാധ്യതയുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടാതെ കുറേ കാലം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തു, അപ്പോൾ ഇനിയിപ്പോൾ
ഞാനൊരു ഫേസിലെത്തി വേറെ എനിക്ക് എക്സ്പ്രഷൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ഹൗ ടു ക്രിയേറ്റ് എ മാർക്കറ്റ് ഫോർ മൈസെൽഫ് എന്ന് പറയുന്നൊരു തോട്ടിലോട്ട് വന്നു. അതിൽ എനിക്കൊരു എക്സ്റ്റേണൽ ഫണ്ടർ ഇല്ലെങ്കിലും എങ്ങനെ ഈ സൈക്കിൾ റൺ ചെയ്യാം, നമ്മുടെ മാനസിക സന്തുലിതം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു ഇതായിട്ട് വന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചില തോട്ട്സുകളും ചില എക്സ്പ്രഷൻസും പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്താലും എത്ര അതിൻ്റെ ഇടയിൽ കൊട്ടിട്ടാലും മ്യൂസിക് ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ നമുക്ക് അപ്പോൾ അത് പറയാൻ ഉള്ളൊരു ട്രിക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ വെച്ചിട്ട് രാഷ്ട്രീയവും ചിന്തകളും ഫിലോസഫിയും എല്ലാം പറയാനുള്ളൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജനകീയമായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളത് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഈ ആബ്സ്ട്രാക്ട് സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇനി ഒരുപാട് കമേഴ്ഷ്യൽ സിനിമ ഞാൻ ലവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. എനിക്ക് സ്ലോ മോഷനിലൊക്കെ ഇടി കിടക്കുന്നൊക്കെ ഭയങ്കര ലവ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറായിട്ടുള്ള സാധനത്തിന് അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ റൈറ്റിങ്ങിൽ. പിന്നെ എല്ലാം സിമ്പിൾ സ്ട്രൈറ്റ് ഫോർവേഡ് ഓൾഡ് സ്റ്റോറീസ് തന്നെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ടോൾഡ് ഇൻ എ ന്യൂവർ ഒരു ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഏജിലോട്ട് പറയുമ്പോഴത്തേക്കും വരുന്നതാണ്. പിന്നെ പേരിൻ്റെ സംഭവം ഐ റിയലി തിങ്ക് ദാറ്റ് ചെറിയ പേരുകൾ വരുമ്പോഴത്തേക്ക് സിനിമ ചെറുതായി പോകും. വലിയ പേരുകൾ വരികയാണെങ്കിൽ എന്തോ ഒരു രസമുണ്ട്. അതുപോലെ തന്നെ ആ പേരിന് 3 വൃത്താകൃതിയിലുള്ള ചതുരം ഈസ് അബൌട്ട് എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഏബിൾ ടു ഫിറ്റ് ഇൻ ടു ദ സൊസൈറ്റി. അപ്പോൾ ഇറ്റ്സ് ഓൾസോ എ ലിംബോ, എ ജോമെട്രിക് ലിംബോ. അപ്പം ഒരു പേരിൽ തന്നെ ഒരുപാട് ലിറ്ററേച്ചറിൻ്റെ സ്വഭാവം വരുന്ന പുരുഷപ്രേതമാണെങ്കിൽ മെയിൽ ഡെഡ് ബോഡി ഉണ്ട്, ഗോസ്റ്റ് ഓഫ് എ മെയിൽ പേഴ്സണും ഉണ്ട്, ടെസ്റ്റോസ്റ്ററോൺ എൻ്റെ ഒരു പരിപാടി. അപ്പം എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഒരു ആർട്ട് വർക്കിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഫസ്റ്റ് റീഡിങ്ങിൽ ഒരു സാധനം കിട്ടും, പിന്നെ ഒരു സാധനം കിട്ടും, പിന്നെ ഒരു സാധനം, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അറ്റ് ദ സെയിം ടൈം കച്ചവടത്തിന് പോകുമ്പോൾ പുരുഷപ്രേതം, പാപ്പാപ്രാസം. അപ്പം അതായത് കച്ചവടവും കലയും കൂടെ ചേർത്തുള്ളൊരു ഈ കൃഷാന്തിന്റെ പലപ്പോഴും കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കൃഷാന്ത് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു തരം ആള് അല്ല എന്ന് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും സിനിമയിലേക്കൊക്കെ നമ്മൾ ഈ സിനിമ സംസാരിക്കാനൊക്കെ പോകുമ്പോൾ ഒരു വർക്കും കൂടി കൊണ്ടുപോയിട്ടാണ് എന്നാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അനുപേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അനുപേട്ടൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പോ ഇങ്ങനെ കഥ പറയാൻ വരുന്ന ആളുകള് ആ കഥയുടെ സെൻസ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമേ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകൾ നമുക്ക് ഒറ്റ കേൾവിയിൽ ഭയങ്കര രസമായിട്ട് തോന്നും, ചിലപ്പോൾ രസമായിട്ട് തോന്നില്ല. അത് സിനിമയാകുമ്പോഴായിരിക്കും ഭംഗിയാവുക, കേൾക്കുന്ന രീതിയിലായിരിക്കില്ല. സിനിമയ്ക്ക് വേറെ ചില സങ്കേതങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്താ ഒരു ടൂള്? അല്ല, അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ അങ്ങനെ മുഴുവൻ സമയവും കഥ കേൾക്കുന്ന സമയമുള്ള ആളല്ലല്ലോ. പക്ഷെ എന്നോട് നമ്മുടെ അന്തരിച്ച ശ്രീ കെ സേതുമാധവൻ സാറ് എപ്പോഴും പറയും, നിന്റെ അടുത്ത് കഥ പറയാൻ വരുന്നവരോട് 5 മിനിറ്റിൽ സിനിമയുടെ കഥ പറയാൻ പറയണം. അതിലവർ പരാജയപ്പെട്ട പിന്നെ അതിനെത്തിക്ക് ശ്രദ്ധിക്കേണ്ടത് പറയും. അത് കുറേയൊക്കെ എനിക്ക് ശരിയാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതിന്റെ കാതലായ കാര്യം എന്താണെന്ന് അറിഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം. പലരും കഥ പറയാൻ വരുമ്പോ രാത്രി 12 മണി സമയം, ഒറ്റപ്പെട്ട ഒരു വിജനമായ സ്ഥലം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കഥ തുടങ്ങുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രൊഡ്യൂസറോട് കഥ പറയുമ്പോ, ഇപ്പൊ ഞാൻ എന്റെ പല സിനിമകളുടെയും കഥ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 5 മിനിറ്റിനകത്ത് തന്നെയാണ് ഇഷ്ക് പോലത്തെ സിനിമയൊക്കെ ഉണ്ടല്ലോ അതിന്റെ കഥ കേട്ടത്. അല്ലെങ്കിൽ ആദ്യകാലത്ത് പാലേരി മാണിക്യ ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ, താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും നീളം കൂടിയ എന്റെ സിനിമയാണ് കേട്ടോ പേരില്. അപ്പൊ അതിനകത്തൊക്കെ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത റേപ്പ് ആൻഡ് മർഡർ കേസ്, അത് തെളിയിക്കുന്ന ഒരു കഥ, ഇത്രേ ആവശ്യമുള്ളൂ. ബാക്കി പിന്നെ ആർട്ടിസ്റ്റ് അതിനെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പൊ 22-ാം തീയതി റിലീസാണ്. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, സത്യം പറയാൻ. 5 മിനിറ്റിലേ ഞാൻ കേട്ടിട്ടുള്ളൂ, എനിക്കത് മതി. അപ്പൊ ആ ഒരു മോഡലിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് സിനിമ ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല. അവര് ധാരാളം കഥകൾ കേൾക്കും, അതിലെല്ലാ ഓപ്ഷൻസും എടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ ചെയ്ത ജോണറിലുള്ള സിനിമ പിന്നെ ചെയ്യാറില്ല. അപ്പൊ വ്യത്യസ്തത തേടി പോവുകയാണ്. അപ്പൊ കഥ കേൾക്കുമ്പോൾ ഓക്കെ, ഇതൊരു വ്യത്യസ്തതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യമുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് കഥയോ ഇതൊന്നുമല്ല മുഖ്യം. ഇത് പ്രോജക്റ്റ് ആയിട്ട് വരുമ്പോ അതിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഇന്നിപ്പോ കേരള മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഓവർസീസ് മാർക്കറ്റിലാണ് ഇന്ന് മലയാള സിനിമ നിലനിർത്തുന്നതെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്റെ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമ തന്നെ
കേരളത്തില് ഞാൻ പ്ലാൻ ചെയ്യുന്ന തിയേറ്ററുകളെക്കാട്ടൊക്കെ എത്രയോ മടങ്ങ് കൂടുതലാണ് വിദേശത്ത് തിയേറ്ററുകൾ ഇപ്പോഴേ ബുക്കായിരിക്കുന്നത്. അപ്പൊ മലയാള സിനിമ അങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ കഥ കേൾക്കാനും ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കാനും പ്രോജക്റ്റിന്റെ വലുപ്പം തീരുമാനിക്കാനും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സിനിമ ആരുടെ കലയാണെന്ന് ചോദിച്ചാൽ അതെന്നും ഒരു തർക്ക വിഷയമാണ്. സിനിമ സംവിധായകന്റെ കലയാണോ, പ്രൊഡ്യൂസറിന്റെ കലയാണോ, അതോ അതിന്റെ മാർക്കറ്റ് എന്ന് പറയുന്ന ചില പ്രത്യേക തരം അഭിനേതാക്കളുടെ കലയാണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സിനിമ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് തന്നെ വരുന്നത്, അതിന്റെ സ്ട്രഗിളും എല്ലാം. അപ്പോ സിനിമ എന്തൊരു തരം കലയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അനുവേട്ട പറഞ്ഞ പോലെ ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു തരം ചോദ്യമാണോ അത്, അല്ലെങ്കിൽ വലിയതാണോ? അത് ആക്ച്വലി വലിയ കാര്യമാണ്. പക്ഷെ ഞാനതിനെ സിമ്പിളായിട്ട് കാണുന്നത് അത് പ്രേക്ഷകനെ കാണാൻ വേണ്ടിയുള്ളതാണ്. വളരെ വളരെ ലളിതമായിട്ട്. സോ സിനിമയോട് നമ്മൾ ആദ്യം അട്രാക്റ്റഡ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ വളരെ ചെറുപ്പത്തിലെ സിനിമകൾ കാണുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാം, ടി വിയിൽ ദൂരദർശനിൽ 4 മണിക്ക് സിനിമ കാണുന്ന ഒരു ജനറേഷൻ. അപ്പം നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് കാണുന്നവൻ അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സംഭവമാണ് എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വലിയൊരു ക്യാപിറ്റൽ വരുന്ന, അതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു എമൗണ്ട് ഓഫ് പാഷനും അത്രയും കാലത്ത് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ഉള്ളിൽ ഒരു നമുക്ക് പറയാനുള്ള കാര്യവും എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും അത് ആദ്യം അത് കാണുന്ന ആൾക്ക്, രണ്ടാമത് എനിക്ക് ഈ പ്രോജക്റ്റിന് ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആ സിനിമയിലെ എല്ലാ സങ്കേതങ്ങളും ഉൾപ്പെടുന്ന ആളുകളും എല്ലാവരും ചേർന്നിട്ടാണ്. എല്ലായ്പ്പോഴും ആദ്യം പ്രേക്ഷകൻ തന്നെയാണ് വിചാരിക്കുക. പക്ഷെ എന്നാൽ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ പ്രേക്ഷകർ കൂടുതൽ കാണാം, ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ പ്രേക്ഷകർ തീരെ കാണില്ല എന്ന് പറയുന്നൊരു തോട്ടിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ സിനിമ എല്ലാ കാലവും ഏതാണ്ട് ഒരേ രൂപത്തിൽ ഇത്ര വർഷക്കാലം നിൽക്കുമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ വോയിസസ് കൊണ്ടുവന്ന് ഇതിനെ ഒരിത്തിരി മുന്നോട്ട്, ഒരു ചെറിയ അല്പം ദൂരം മുന്നോട്ട് ചലിപ്പിച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രിയും ഇത്രയും കാലത്തെ ലോക സിനിമയിൽ നിൽക്കുന്നത്. അപ്പം ഒരു ഡിസൈനിൽ സിനിമ പോകണമെന്ന് എനിക്കില്ല. എല്ലാവരും അവരവരുടെ വോയിസസുമായി വന്ന് വളരെ സ്മാർട്ടായിട്ട് ഇത് പ്ലേസ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ്സ് ദ വ്യൂവേഴ്സ്, അതായത് കാണുന്ന ആൾക്കാണ് സിനിമ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കൃഷാന്തിന്റെ സിനിമകളില് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ കാണുന്ന പ്രേക്ഷകന്റെ കൂടെയാണല്ലോ സിനിമ. അപ്പം ചില സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് എൻ്റെ ഒരു ചിന്തയുടെ ഒരു ഔന്നിത്യമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ചിന്തയുടെ പ്രത്യേകതയാണെന്നോ, അങ്ങനെ പറയാലോ, ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ ഒരു മാസിന് കൊടുക്കുമ്പോൾ ഇത് ഇവരിൽ എത്ര പേര് ഇതിനെ ആ സെൻസിൽ എടുക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കാണപ്പെടുമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ല. അപ്പോൾ there are certain abstract സാധനങ്ങൾ എൻ്റെ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇഷ്ടമുള്ളത്. ഇതിനാരും പൈസയും തരത്തില്ല, ഇതിനാരും കാണത്തുമില്ല. അപ്പം ഞാൻ അതിനെ പാക്ക് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ there's very entertaining stuff till then and there is very entertaining stuff after that and then this becomes a beautiful poetry in between where I am very happy. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സാൻഡ്വിച്ച് ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. അങ്ങനെ സിനിമയിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്നോ സത്യമുണ്ടെന്നോ അങ്ങനെയൊന്നും ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് എനിക്കും ചെയ്യാൻ എന്തെങ്കിലും കിട്ടി, അറ്റ് ദ സെയിം ടൈം അതിന് കച്ചവടമായി, ആൾക്കാരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിലോട്ട് നമ്മുടെ 100% മൈൻഡും പിന്നെ അധികം ആരും ദ്രോഹിക്കാതെ പറ്റിക്കാതെ മാക്സിമം ചെയ്യാൻ പറ്റിയെന്നൊക്കെ നോക്കുന്ന, അങ്ങനെ മാത്രമേ ഞാൻ അതിനെ ഇത് ചെയ്യുന്നുള്ളൂ. കൺഫ്യൂഷൻസ് അല്ല, സ്മഗ്ലിംഗ് ഇൻ ആർട്ട് ഇൻ ബിറ്റ്വീൻ പോപ്പുലർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഒക്കെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്യുവറായിട്ട് ആർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ സിനിമയുടെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ മീഡിയം വേർ യു ഡോണ്ട് ആക്ച്വലി നീഡ് എ ലോട്ട് ഓഫ് പ്രിവിലേജ്. എന്ന് വെച്ചാൽ നമുക്ക് കഥകളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പല ഏടുകളും മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിലിങ്ങുകൾ മനസ്സിലാകും. കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മുദ്രയാണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനൊക്കെ അതിൻ്റെ സംഭവമുണ്ട്. ചില ലിറ്ററേച്ചർ ഹൈ ക്ലാസ്സും ചില ലിറ്ററേച്ചർ ലോ ക്ലാസ്സും ഒക്കെ ഏറ്റവും ഉണ്ട്. പക്ഷേ സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഡയറക്റ്റ്. മനസ്സിലായില്ലെങ്കിൽ മ്യൂസിക് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ശബ്ദമുണ്ട്. ശബ്ദരേഖയായിട്ട് കേൾക്കാൻ പറ്റുന്ന മലയാള സിനിമകളാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് അത്രയും. അപ്പം എളുപ്പമാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ഒരു ക്ലാസ് ഹൈറാർക്കിയെ ടച്ചുടയ്ക്കുന്ന ഒരു മീഡിയം തന്നെയാണ് ആക്ച്വലി സിനിമ. അവിടെ നമ്മൾ ആർട്ട് സിനിമ, കമേഴ്ഷ്യൽ സിനിമ, ആർട്ട് എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഹൈറാർക്കിയലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് തന്നെ എന്തോ എനിക്കൊരു പ്രശ്നമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അതിനിടയിൽ കൂടെ എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും എന്നൊക്കെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ അനുവേട്ടനടുത്ത് മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോ പറയായിരുന്നു സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങളുടെ ആകത്തുകയാണ്. ഇപ്പൊ അതിന് പാട്ടിന് പോലും ഒരു വലിയ പങ്കുണ്ട്. അത് ഏത് രീതിയിലാണ് അതിനെ ചൂസ് ചെയ്യുക? ചിലപ്പം പാട്ടെന്ന് പറയുന്നതായാലും ഈ കഥയോട് ചേർത്ത് എത്തി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് ഒരു റേഡിയോയിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് 2 മിനിറ്റിൽ കൂടുതലുള്ള പാട്ടുകൾ
കേൾക്കാൻ പുതിയ കുട്ടികൾക്ക് ഇഷ്ടമില്ല എന്നാണ്. കാരണം റീലിന്റെ കാലത്താണല്ലോ. അപ്പോൾ അത്ര സമയമുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പാട്ടിന്റെ ഹുക്കുകളാണ് ഹിറ്റാവുന്നതൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നതിന് ഒരു കച്ചവട ഉപാധിയായി കാണുകയാണെങ്കിൽ അതിൽ ഈ പാട്ടും ഈ പറഞ്ഞ റീലുകളും അതിന്റെ ഹുക്ക് ലൈൻസും ഒക്കെ ഫാക്ടർ ആണല്ലോ. അപ്പൊ ആ ഒരു സംഭവത്തിനെ എങ്ങനെയാ മനസ്സിലാക്കണേ? അതൊരു സമ്മർദ്ദമാണോ അല്ലെങ്കിൽ കലയുടെ ഒരു പുതിയ വഴി എന്ന രീതിയിൽ സന്തോഷമാണോ? അല്ല, ഇത് രണ്ട് രീതിയിൽ കാണണം. ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ പറഞ്ഞ മാതിരി കഥയ്ക്ക് യോജിച്ച സംഗീതം ആവശ്യമാണ്. നടീനടന്മാർ അഭിനയിക്കുന്ന അതിലൊരു സീനില് കഥാതന്തുവിനോട് യോജിക്കുന്ന രീതിയിലുള്ള രചനയുള്ള ഗാനങ്ങൾ ആവശ്യമാണ്. പക്ഷെ കച്ചവടം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ പുതിയ അനുഭവമാണ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ തന്നെ അനുഭവം എന്താണെന്ന് വെച്ചാലേ, ഇപ്പോ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ചെയ്തത് എന്നതുകൊണ്ട് വലിയ ഡിമാൻഡ് ഒന്നും വരുന്നില്ല. പാട്ട് നല്ലതായിരിക്കും, അതുപോലെ ഗാനരചനയും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആളായിരിക്കാം, പക്ഷെ നന്നായിരിക്കും, അവാർഡുകൾ വരെ കിട്ടും. പക്ഷെ മാർക്കറ്റിൽ പണം വരുന്നില്ല. അതേസമയം നമ്മൾ പോലും അറിയാത്ത ഒരു ഡിമാൻഡ് പടം പുറത്തു വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ പുതിയ തലമുറയിലെ ആരെങ്കിലും വ്യത്യസ്തമാർന്ന രീതിയിൽ സംഗീതം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നത് ഇന്നത്തെ യുവതലമുറയിലെ എല്ലാവർക്കും ആവശ്യപ്പെട്ട ഒരാളാണ് എന്ന് വരുമ്പോൾ ഡിമാൻഡ് തനിയെ കൂടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എന്റെ സിനിമയിൽ 7ഓളം പാട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം പാടിയത് എസ്റ്റാബ്ലിഷ് ആളാണ്. ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയ സംഗീത സംവിധായകനാണ് അത് സംവിധാനം ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പോണ സിനിമയിൽ ഒരു പാട്ട് പ്രൊമോഷൻ പാട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയിൽ കിട്ടിയതിന്റെ 5 ഇരട്ടി തുകയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയത്. പടം ഇറങ്ങിയിട്ടില്ല, പാട്ട് പുറത്തു വന്നിട്ടില്ല, പക്ഷെ കച്ചവടമായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ്, ഈ മാർക്കറ്റിലെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് സംഗീത സംവിധായകൻ? അത് പുതിയ ആളാണ്. അല്ല, 100 പാട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് മാർക്കറ്റിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിത്രീകരണ രംഗത്ത് അഭിനയിക്കുന്നത് ആരാണ്? ഒരു പുതുമുഖങ്ങൾ അഭിനയിച്ച് എത്ര നല്ല സിനിമ പാട്ട് വന്നാലും അതിന് മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല. കാരണം ഇന്ന് റേഡിയോയിലൂടെ അല്ല പാട്ട് ആസ്വദിക്കുന്നത്, നമ്മള് അത് നേരിട്ട് കണ്ടാണല്ലോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പൊ രംഗ ചിത്രീകരണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. സംഗീത സംവിധായകൻ മാത്രമല്ല, സംവിധായകനും അവിടെ ഒരു വലിയ റോളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയ കാലത്തെ സമൂഹ മാധ്യമവും ഒക്കെ ആയിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ വിഷയമാണ്. ഇപ്പം ഇന്ദുവിന്റെ ആദ്യത്തെ സിനിമ അത് നമുക്ക് അഭിപ്രായം പറയാനുള്ള അവകാശത്തെ പേരിൽ കൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ചില സമയത്ത് നമുക്ക് അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുന്നു. എന്നാൽ ചില തരം അഭിപ്രായങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെന്ന് തോന്നുകയും ചെയ്യുന്നു. ഇതിങ്ങനെ പറയണോ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ പറയേണ്ടതെന്നൊക്കെ, അതൊക്കെ സമൂഹത്തിന്റെ സ്ട്രക്ചറിന് ആവശ്യമായിരിക്കും. അപ്പം അതിന് ഇന്ദു എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നുള്ള ചർച്ച പോലും ആവശ്യമില്ലല്ലോ. ബിക്കോസ് വി നോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പം എല്ലാവരും, അതായത് നമ്മൾ അഭിപ്രായങ്ങൾ ആളുകൾക്ക് പറയാനും അത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് എല്ലാവരും പരസ്പരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാനിതിൽ കാണുന്നത് വെച്ചാൽ എനിക്ക് പറയണം എന്ന് തോന്നുന്നൊരു കാര്യം എൻ്റെ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ലേബൽ ചെയ്തൊരു സിനിമയെ കാണുന്ന സമയത്ത് അത് എൻ്റെ രീതി എന്താണ്, ഞാനത് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്, ആ പൊളിറ്റിക്സ് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ സ്പേസിൽ എങ്ങനെയാണ് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിൽ, അതായത് മുദ്രാവാക്യം വിളിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ് എൻ്റെത്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സ്പേസുകളിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്തെടുക്കുന്നു, അവിടെ എന്ത് സ്പേസ് പരസ്പരം ഷെയർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിൽ രാഷ്ട്രീയത്തെ പറ്റി ഞാൻ വളരെ വളരെ എന്നെ സംബന്ധിച്ച് അത് എന്നെ ബോധർ ചെയ്തൊരു വിഷയമാണ്. അപ്പം ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞൊരു വലിയ പൊളിറ്റിക്സിനെ പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ശ്രമം ആ സിനിമയിൽ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, അത് ഉണ്ടാവും, മുന്നോട്ട് വളരെ സജീവമായിട്ട് അത് ഉണ്ടാവുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഓരോരുത്തരും അവരവരുടെ പെർസ്പെക്റ്റീവിൽ അതിനെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരൊറ്റ ഫോമിലേക്ക് ഇതിനെ മുഴുവൻ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതിനോട് പെട്ടെന്ന് വിയോജിക്കാൻ തോന്നുന്നവരുമുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന, നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ ഇത് കുറച്ചും കൂടി നന്നാവും ആ കോൺവെർസേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു, നമ്മുടെ ഒരു ദർശനം കൂടെ നമ്മൾ സിനിമയിലേക്ക് വെക്കുന്നു, അതെല്ലാം ചേർത്ത് പ്രേക്ഷകർ കൊടുക്കുന്നു.
ഇതിനെ പറ്റി ശേഷം ഉണ്ടാകുന്ന ചില ചർച്ചകളുണ്ടല്ലോ. അങ്ങനെയുള്ള ചർച്ചകളിൽ പലപ്പോഴും അത് ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ അടുത്ത കാലത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതായത് ഈ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമയെ പറ്റി ഉണ്ടാകാവുന്ന ചർച്ചയെ നമുക്ക് ഒബ്വിയസ്ലി മുമ്പിൽ കാണാം. നമ്മളിവിടെ കുറെ കാലമായി സജീവമായിട്ട് ഈ ഒരു സ്പേസിലുള്ള ഒരാളാണ്. നമ്മുടെ ഒരു കൾച്ചറൽ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസ് നമ്മൾ വളരെ ആക്റ്റീവ്ലി ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇതിൽ ഉണ്ടാകാവുന്ന ചർച്ച, സിനിമയെ പറ്റി എന്നുള്ളതിലും ഉപരി രാഷ്ട്രീയം എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ സിനിമ, ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതിലേക്ക് 2 താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് പറയുന്ന രാഷ്ട്രീയം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുക, അതിനൊരു കച്ചവടത്തിന്റെ സ്വഭാവത്തിലേക്ക് അത് എത്തുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു പ്ലാനാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ട രീതിയിൽ പറയുന്നു, എനിക്ക് തോന്നുന്ന പോലെ പറയുന്നു. ഒബ്വിയസ്ലി അതിന്റെ ബാക്കി സൈഡ് സേഫ് ആവുക എന്നുള്ളത് 2 ഇൻട്രസ്റ്റിംഗ് ആയ ആക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. അത് കൃഷാന്ത് പറഞ്ഞ പോലെയുള്ള സ്മാർട്ടായിട്ടുള്ള എൻ്റെ അപ്രോച്ചാണ്, എൻ്റെ രീതി ഓഫ് ഡൂയിങ് ഇറ്റ് ആണ്. എന്നുവെച്ചാൽ നമ്മളൊരു കഥ പറയാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ടേഴ്സ് ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുള്ള ആക്ടേഴ്സ് ഇതാണ് എന്ന ആദ്യത്തെ കോൺവെർസേഷനിൽ നിന്നാണ് പിന്നെ ഈ സിനിമയുടെ തിരക്കഥയിലേക്ക് ഈ ചർച്ച വരിക. ഒബ്വിയസ്ലി ഇതിന്റെ ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന 2 പേരുണ്ടെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയം സെക്കൻഡറി ആണ് ഒരു കച്ചവട സിനിമയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എൻ്റെ ഒരു ജേണിയിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്. അപ്പം അതൊരു സ്മാർട്ട് വേ ടു പുട്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന്റെ എല്ലാ ഡിസ്കഷനും അതിനുശേഷമുള്ളിടത്തും കച്ചവടം വരുമ്പോൾ ഈ 2 മുഖങ്ങളിലാണ് എൻ്റെ ആൻസർ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആയിരിക്കാം ഇത് സംഭവിക്കാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. കൃഷാന്തിന്റെ സിനിമകളിൽ ഈ സിനിമ എന്നുള്ള കലയെ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണല്ലോ ഇത് നമുക്കൊരു സംവിധായകനായിട്ട് കൂടെ നിൽക്കാൻ പറ്റുക. കാരണം അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ എങ്ങനെയാണ് കാണുന്നത്? ബിസിനസ്സിലേക്കുള്ള നമ്മുടെ അതിന്റെ ഒരു വഴി, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ബാക്കി സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായങ്ങളുടെ വിശകലനം, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് എല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? അത് കാരണം ഞാനിപ്പോൾ 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തേ ആക്ച്വലി. അപ്പം അതെല്ലാം വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഈ വലിയ കോടികളല്ല, എന്നാലും നമ്മുടെ ഈ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ 200% പ്രോഫിറ്റ് ഐ ഹാവ് മെയ്ഡ് ഇൻ ഓൾ ദി ഫിലിംസ്. അപ്പോൾ കച്ചവടക്കാരൻ തന്നെയാണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ ഏത് സദസ്സിൽ ചെന്നിട്ട് കലാമൂല്യം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സെല്ല് ചെയ്യുന്ന ആളാണ്. ആർട്ട് വർക്ക് എന്നല്ല, അത് പ്രോഡക്റ്റ് ആയിട്ടാണ് സെല്ല് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഐ ഫീൽ വെരി ബാഡ് ദാറ്റ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കണ്ട ഒരു ആർട്ട് വർക്കിനെ ഞാൻ എങ്ങനെ വിൽക്കാം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ എങ്ങനെ വിൽക്കാം എന്നൊക്കെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ എനിക്ക് വരാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ബില്ലൊക്കെ അടയ്ക്കുമ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആ കോൺഫ്ലിക്റ്റ് അങ്ങ് മാറിപ്പോകും. ക്യാപിറ്റലിസത്തിൻ്റെ അകത്ത് നിൽക്കുന്നതാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറ്റിക്കണം, അതിനുള്ള എത്തിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഐ ഡു ഇസ് മൈ എവറി ഡിസിഷൻ ഇസ് ബേസ്ഡ് ഓൺ ഡിസൈൻ തിങ്കിങ്ങിലെ ഡിസൈറബിലിറ്റി, വയബിലിറ്റി ആൻഡ് ഫീസിബിലിറ്റി. If it is desirable and viable and if it is not feasible, I won't go for it. ഇത് 3ന്റെ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ടാണ് എല്ലാ തീരുമാനങ്ങളും. അപ്പോൾ ഈ തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലി ലൈഫിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം there is sometimes you don't have to take decisions based on desirability, viability, feasibility, but on pure passion and market. പക്ഷേ എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഡിസൈറബിൾ ആണോ, വയബിൾ ആണോ, ഫീസിബിൾ ആണോ. ഇപ്പോൾ എനിക്ക് ഋത്തിക് റോഷൻ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ ഡു ഐ ഷൂട്ട് വിത്ത് ഋതിക് റോഷൻ. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് അത് പ്രോപ്പർ ഡിസൈൻ തിങ്കിങ്ങിലുള്ളൊരു തിയറിയാണ് ഇത്. അല്ലാതെ 5 സ്റ്റെപ്പ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഉണ്ട്, ഹൈറാർക്കിക്കൽ പിരമിഡൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഒരു ബേസിക് തീരുമാനങ്ങളുടെ രീതി. സിനിമ ഭയങ്കര ശാസ്ത്രീയമായി, നമ്മൾ സിനിമ എന്ന പ്രോഡക്റ്റിനെ ശാസ്ത്രീയമായി കാണുന്ന ഒരാൾ കൂടിയാണല്ലോ അല്ലേ? അങ്ങനെയല്ല, സിനിമ എന്ന അതിൻ്റെ അപ്രോച്ച് ശാസ്ത്രീയമാണ്. എന്നിട്ട് ലാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ ശാസ്ത്രീയവും ടെക്നിക്കലും എല്ലാം വിട്ടിട്ട് പെയിന്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പോണ്ടേനിറ്റിയെയും പ്ലാനിങ്ങിൻ്റെ കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ലുക്ക് സ്പോണ്ടേനിയസ്, പക്ഷേ ദർ ഇസ് എ ലോട്ട് ഓഫ് പ്ലാനിങ് ഇൻവോൾവ്, പക്ഷേ ദർ ഇസ് സ്പോണ്ടേനിറ്റി ഓൾസോ. അപ്പോൾ അത് രണ്ടും കൂടെ എംബ്രേസ് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ഈ സിനിമയെ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ അനുപേട്ട പറഞ്ഞതുപോലെ 5 മിനിറ്റിൽ നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്നു, നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊരു വലിയ പ്രൊഡക്റ്റ് ആയതിനാലും വലിയൊരു ബിസിനസിന്റെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയും ഇതിന്റെ സ്വഭാവം നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ മെഡിമിക്സിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പോലെ ശാസ്ത്രീയ മടിയിൽ തന്നെ കൂട്ടുകൾ ചേർത്താൽ ഇന്നതുപോലെ എന്നുള്ളൊരു ഒരു ഋതം ഈ പ്രോഡക്റ്റിന് ഇല്ലല്ലോ. അപ്പോൾ അതിലൊരു റിസ്ക് ഫാക്ടറിനെ, അല്ലെങ്കിൽ ഇത് ഷൂട്ട് തുടങ്ങുമ്പോൾ അയ്യോ ഇത് എങ്ങടാ പോണേന്ന് ചിലപ്പോൾ തോന്നാം, അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടല്ലോ എന്ന് തോന്നാം.
കുറെ മനുഷ്യന്മാരായിട്ട് ഡീൽ ചെയ്യുന്നതാണല്ലോ. അപ്പം അതിന്റെ ഒരു ഒരു അസന്നിഗ്ധത എങ്ങനെയാ AV അനൂപ് ഒരു സിനിമാക്കാരൻ മനസ്സിലാക്കുന്നത്? അല്ല, അത് ഈ പറഞ്ഞ മാതിരി എല്ലാ ഫീൽഡിലും അത് ആപ്ലിക്കബിൾ ആണ്. നമ്മള് ഒരാളെ വിശ്വസിച്ച് ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ അത് പിന്നെ അവരുടെ കയ്യിലാണ്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണ്. ഒരു ഡോക്ടറെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് എന്റെ ഡ്യൂട്ടി. കഴിവുള്ള ഒരു ഡോക്ടറെ ഐഡന്റിഫൈ ചെയ്ത് ഏൽപ്പിക്കാം. പിന്നെ അയാൾ എന്ത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഇടപെടാൻ പറ്റില്ല. അതുപോലെ സംവിധാനത്തിൽ ഞാൻ ഇടപെടാറില്ല. പക്ഷെ ഏകദേശം നമുക്കൊരു ധാരണയുണ്ടാവും ഈ സംവിധായകൻ എങ്ങനെയാണ്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബഡ്ജറ്റിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട്. ഓവർ ഷൂട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല. പക്ഷെ ലിബറൽ ആണ് താനും. നമുക്ക് തുടക്കത്തിൽ തന്നെ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊന്നും എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. പുതിയതായിട്ടുള്ള ഒരു സംവിധായകനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആളെ മനസ്സിലാക്കി വരാൻ. ചിലപ്പോൾ ആള് കലാപരമായിട്ട് കഴിവുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് ചിലപ്പോൾ മോശക്കാരനായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഹോട്ടൽ റൂം പോലും വേണ്ട, ഞാൻ എവിടെയെങ്കിലും തിണ്ണയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ ആള് 10 ദിവസം കഴിഞ്ഞപ്പോൾ റൂം വേണമെന്നായി, 15 ദിവസം കഴിഞ്ഞപ്പോൾ AC റൂം വേണമെന്നായി, 20 ദിവസം കഴിഞ്ഞപ്പോൾ ബാത്ത് ടബ് വേണമെന്നായി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഏത് ബിസിനസ്സിലും ഈ റിസ്ക് ഉണ്ട്. അത് സിനിമയിൽ മാത്രമുള്ള കാര്യമല്ല എന്നാണ്. ഞാൻ പല മേഖലയിലും ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടും പല മേഖലകളിലും ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ടും അതാണ് നമ്മളുടെ ഒരു ബിസിനസ്സുകാരന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈങ് ദ റൈറ്റ് പേഴ്സൺ, യൂട്ടിലൈസിങ് ദ റൈറ്റ് മെറ്റീരിയൽ. അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം കൃഷാന്തിന്റെ സിനിമകളിലെ സെറ്റിലെ കഥകൾ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അതില് ജഗദീഷ് ചേട്ടൻ ഒരിക്കൽ പറഞ്ഞ കാര്യം, ചില കാര്യങ്ങൾ, ചില സീക്വൻസുകൾ നമ്മൾ ചർച്ച ചെയ്ത് ചിലപ്പം ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഈഗോ ഇല്ലായ്മയുമുള്ള സംവിധായകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ അത് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ ഫുൾ മനസ്സിൽ കാണുന്ന ആൾക്ക് അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് ഞാൻ അത് കട്ട് ചെയ്ത് കളയും ഇവര്. ചില ആക്ടേഴ്സിന് ആക്ച്വലി നോട്ട് ട്രൈങ് ടു ഫണ്ട്, ചില ആക്ടേഴ്സിന് ദി ലാസ്റ്റ് വേർഡ് ഇൻ ദ സീൻ ഷുഡ് ബി ദെയർ സീൻ. ഇപ്പം നമ്മൾ റൈറ്റർ എഴുതി വെക്കുന്നതിൽ ആ ആർട്ടിസ്റ്റ് ചിലപ്പോൾ പ്രൊട്ടഗോണിസ്റ്റ് ആണെങ്കിലും അവർ ഇമ്പോർട്ടൻ്റ് അല്ല. അവർ ഈ ഇവന്റ് മോണിറ്റർ ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടാണ്. അവർക്ക് ഇടയ്ക്കൊരു ക്ലോസപ്പ് നമ്മൾ കൊടുക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊട്ടഗോണിസ്റ്റ് ആണ്. അപ്പം അങ്ങനെ ഉള്ള സീനിൽ പോലും ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ ഡയലോഗ് പറയാൻ താല്പര്യപ്പെടുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജോക്ക് ഉണ്ട് ഇവിടെ, പക്ഷേ എനിക്ക് ആ ജോക്ക് കിട്ടുന്നില്ല. ക്യാൻ വി വർക്ക് ഓൺ ദ ജോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ജോക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എഴുതിയ ജോക്കിനെക്കാട്ടും വേറെ എന്തെങ്കിലും ജോക്ക് കിട്ടും. കോൺടെക്സ്റ്റിൽ തന്നെ നിൽക്കും. നമ്മൾ അതിനൊരു 40 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 40 സെക്കൻഡ്സിൽ ആ സീൻ തീർക്കും വേണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുമെങ്കിൽ മാത്രമേ ഡിസൈറബിലിറ്റി ഇതിൻ്റെ അകത്ത് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ചിലർ എന്നിട്ടും അവർക്ക് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ഈ കലയെ എംബ്രേസ് ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡയറക്ടറിന് ആവശ്യമില്ലാത്തൊരു ബഹുമാനവും ഒരു സംഭവമൊക്കെ കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഫൈനലി ദിസ് ഡസ് ബിക്കംസ് എ ഹൈറാർക്കിയുടെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും വേറെ ഹ്യൂമൻസ് നമ്മൾ പറയുന്നത് ചെയ്യുന്നത് ഭയങ്കര ട്രിപ്പാണ്. ഫ്രോയിഡ് ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ പറയുന്ന സാധനം വേറൊരാൾ അതുപോലെ എടാ ഇടത്തെ കൈ ബുക്ക് എന്ന് പറയുമ്പോൾ ഇടത്തെ കൈ ബുക്കി കഴിഞ്ഞ് ഭയങ്കര പവറാണ്. അപ്പോൾ ഈ പവറിൽ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവസാനം ഇത് ഈ അധികാരം കൊടുക്കുന്നു വാങ്ങുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആർട്ടിസ്റ്റ് അങ്ങ് ചെയ്യും, വർക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് വെരി സബ്ജക്റ്റീവാണ്. എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ഐ കീപ് ദാറ്റ്, അതർവൈസ് ഐ ഡ്രോപ്പ് ഇറ്റ്. ബട്ട് പീപ്പിൾ ലൈക്ക് ജഗദീഷ് സർ അണ്ടർസ്റ്റാൻഡ്സ് ദി സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി. ഈ സ്ക്രീൻ പ്ലേയെ കുറിച്ച് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ജോക്ക് ഇവിടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഇമോഷൻ ഇവിടെ ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് എക്സ്പീരിയൻസും ഈ സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിൽ ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർ ഇത് സെൻസിറ്റീവ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ ഞാൻ പറയത്തില്ല. സെൻസിറ്റീവായിട്ട് അല്ല എടുക്കുന്ന, ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ആണെങ്കിൽ ബ്രോ ഇത് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ മാം ഇത് വർക്കാവുന്നുണ്ട്, ലെറ്റ്സ് ട്രൈ സംതിങ് എൽസ്. ഇവിടെ ക്ലോസപ്പ് ഉണ്ട്, കണ്ണിന് മാത്രമേ ക്യാമറ ഉള്ളൂ, അപ്പോൾ കണ്ണ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ആ പ്രോസസ്സിൻ്റെ ഇടയിൽ സ്പോണ്ടേനിറ്റിയുടെ ഒരു ഇതാണ്. അധികാരം കൊടുക്കുന്നു വാങ്ങുന്നു എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു സംഭവം പോലും അവിടെ ആലോചിക്കുന്നില്ല കേട്ടോ. അത് ഈ ഇപ്പം സിനിമ, അതിന്റെ കഥ, അതിന്റെ കച്ചവടം എന്നൊക്കെ പറയുന്നത്
എന്തായാലും മനുഷ്യന്മാരുടെ തലച്ചോറും അവരുടെ ചിന്തകളും അവരുടെ സാമൂഹ്യ അവസ്ഥയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു സാധനമാണല്ലോ. ഇപ്പം സമൂഹത്തിൽ തന്നെ ഇപ്പൊ ഒരു ആണൊരു കഥ കേൾക്കുകയും അതിനെ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യന്മാരും. അപ്പോ ഇപ്പൊ ഇന്ദു ഈ ഒരു സിനിമ മേഖലയിൽ നിൽക്കുകയും അല്ലെങ്കിൽ പുതിയ കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ജെൻഡർ പരമായ, ഞാൻ ചോദിച്ചത് മറ്റു രീതിയിലല്ല, ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ കഥയിൽ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഫീമെയിൽ മെയിൽ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടർ ആവശ്യമില്ലാത്ത കലയാണോ സിനിമ? അല്ലല്ല, അത് ഡെഫിനറ്റ്ലി ആവശ്യമുള്ള സ്ഥലമാണ്. ബിക്കോസ് നമ്മളെല്ലാവരും, ഞാൻ കൃഷാന്ത്, ഇവിടെ നമുക്കറിയാവുന്ന മറ്റു സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് എല്ലാവരും അവരവരുടെ സിനിമ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണല്ലോ നമ്മൾ പറയുക. ഓക്കെ, നമുക്ക് ഇന്ത്യൻ്റെ സിനിമ എങ്ങനെയാണ്, കൃഷാന്തിന്റെ സിനിമകൾ ഇങ്ങനെയാണ്. നമ്മൾ ഇതിലൊരു ഡെഫിനറ്റ്ലി നമ്മൾ കൊണ്ടുവരുന്ന പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ എപ്പോൾ എന്ത് കഥ ആലോചിച്ചാലും അതൊരു ഫീമെയിൽ ഓറിയന്റഡ് കഥയായിട്ടാണ് എനിക്ക് സംഭവിക്കുക ഇനീഷ്യലി. വെരി റെയർലി ഇറ്റ് ഗോസ് ടു ദി അതർ സൈഡ്. ഇല്ലാന്ന് പറയുന്നില്ല, അങ്ങനെ സിനിമ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സിനിമകൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ കാണുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ ഡീൽ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ്ലി അതിനകത്ത് വരും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒബ്സർവേഷനിൽ ഒരു ടോൺ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഏത് ജെൻഡറിലുള്ള ആളാണെങ്കിലും ആ വ്യക്തി എങ്ങനെയാണ് ചുറ്റുമുള്ള മനുഷ്യരെയും അവരുടെ ബന്ധങ്ങളെയും ഒക്കെ കാണുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും അവരുടെ സിനിമകൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ എത്ര കച്ചവടത്തിന് ഉണ്ടാക്കിയാലും അല്ലെങ്കിലും നമ്മൾ എന്താണ് ഇതിനെയൊക്കെ കാണുന്നത് എന്നുള്ളതിൻ്റെ എലമെന്റ്സ് അവിടെ എവിടെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒളിപ്പിക്കാനൊന്നും പറ്റില്ല സിനിമയിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പുറത്ത് വരുമോ. സോ ഇറ്റ്സ് എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്ന സമയത്ത് സിനിമ വിറ്റുപോകേണ്ടുന്ന ഒരു സംഭവമാണെന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയാണ്. ആൻഡ് എൻ്റെ സെൽഫ് എന്ന് പറയുന്നതിൽ ആസ് എ ഫീമെയിൽ ഞാൻ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ് ചുറ്റുമുള്ളവരോട് ഇടപെടുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ സിനിമയിൽ ഉറപ്പായിട്ടും റിഫ്ലക്ട് ചെയ്യും. ആ വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എല്ലാവരുടെയും സിനിമകൾ ഒരുപോലെ ഇരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ അല്ലാതെ ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പം ഞാൻ സാറിനെ പോലെ ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നൊരു കഥ പറയുമ്പോൾ ഇവരെന്താണ് കൊണ്ടുവരുന്നത് എന്നാണല്ലോ കേൾക്കുന്നത് ഒബ്വിയസ്ലി. അപ്പം ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ സാധനമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. മേ ബി അത് ഒരു സിനിമ ആകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചയിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വോയിസസ് വേണം എന്ന് തന്നെയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കല ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ ചില രാഷ്ട്രീയമായ ശരികളും അതിന്റെ മാറ്റങ്ങളും ഒക്കെ ഫാക്ടർ ആണല്ലോ. ഇപ്പം നമ്മൾ കുറച്ചു കാലം മുമ്പ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടാവുക. അത് മാറുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം അനുവേണ്ട ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ സമൂഹത്തിന്റെ ചില രാഷ്ട്രീയ ശരികളുണ്ടല്ലോ, അതിന്റെ ഒരു ഇൻഫ്ലുവൻസിന് എത്ര വെയിറ്റേജ് ആ കൊടുക്കുക, അതിന് നമ്മൾ എങ്ങനെയാ അതിനെടുക്കുന്നത്? അങ്ങനെ ഇടപെടാറുണ്ടോ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഇവൺ അവാർഡുകൾക്ക് പരിഗണിക്കണമെങ്കിൽ പോലും ചിലപ്പോ കേരളത്തിന് വേണ്ടി തനിയെ സിനിമ കേന്ദ്രത്തിന് വേറെയാണ്. കേന്ദ്രത്തില് പരിഗണിക്കുന്ന ഒരു സിനിമ ചിലപ്പോ കേരളത്തില് തള്ളിപ്പറയും. അത് സാധാരണമാണ്. അവിടെ രാഷ്ട്രീയമുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കൊരു കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഇന്ദു പറഞ്ഞ മാതിരി ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു സിനിമ ചെയ്യാൻ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയില് നമ്മളെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ആ രണ്ട് നടിമാരെ കിട്ടിയില്ലായിരുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ വേറെ ആരെങ്കിലും ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ പടം വിജയിക്കില്ലായിരുന്നു. അതുപോലെയുള്ള അനുഭവങ്ങളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പലപ്പോഴും കഥ വരും, ആർട്ടിസ്റ്റിനെ പറയും, പക്ഷെ പിന്നീട് ആ ആർട്ടിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പിന്നെ അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട്. അപ്പോ പിന്നെ പഴയ കഥകൾ ഇപ്പൊ ഞാൻ 2 വർഷം മുമ്പ് 2-3 വർഷമായി കാണും ഇടയ്ക്ക് ഒരു പടം നമ്മള് പട എന്ന് പറഞ്ഞ സിനിമ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല കഥകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും ഇന്നും പ്രസക്തമായ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അതും കേരള അസംബ്ലിയിൽ എല്ലാ MLA-മാരും അതിന് സപ്പോർട്ട് ചെയ്യും, ഗൗരിയമ്മ മാത്രം എതിർക്കുകയൊക്കെ ചെയ്തൊരു വലിയ സംഭവമാണ്. ഞാൻ വിചാരിച്ചു അത് വലിയ വിജയമായിരിക്കും. 15ഓളം ആർട്ടിസ്റ്റുകളെ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ തിയേറ്ററിൽ ആ സിനിമ വളരെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. OTTയും ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അതിനൊന്നും ഒരു കാരണവുമില്ല. അപ്പോ അതേസമയം അത് വേറൊരു സന്ദർഭത്തിലാണ് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വൻ വിജയമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പഴയത് പുതിയത് അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലും കുറെയൊക്കെ ഭാഗ്യമാണ്. സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഞാൻ വിജയിക്കില്ല എന്ന് വിചാരിച്ച സിനിമ
ഞാൻ ഡയറക്ടറോട് തലേദിവസം പോലും വിജയിക്കില്ല എന്ന് പറഞ്ഞ സിനിമ വിജയിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു. പക്ഷെ കഥ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പുതിയതാണോ പഴയതാണോ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അതിലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒരു എടുത്താൽ മതി. മൊത്തം സംഭവം കാണുന്നില്ല, പക്ഷെ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നതാണ്. പടത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, ട്രീറ്റ്മെന്റിലാണ്. പിന്നെ ഒരു ഡയറക്ടർ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിലാണ് സിനിമ വിജയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ താല്പര്യപ്പെടുന്നത് അങ്ങനെയാണ്. പ്രത്യേകതയുണ്ട് തീർച്ചയായിട്ടും. ഒരു 10 കൊല്ലം മുമ്പുള്ള സിനിമകളല്ല, ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ല ഇന്ന് വരുന്നത്. അപ്പോൾ അതിനും വളരെ വ്യത്യസ്തതയുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയെ നമ്മള് ഇപ്പൊ മുഴുവൻ ഒരു ഫോമാറ്റിൽ കാണാൻ മുഴുവൻ ഒരു വലിയ ഫോമാറ്റിൽ കാണാൻ അല്ല, അതിനെ നമ്മള് ഇപ്പം വലിയൊരു സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുകയാണല്ലോ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ധാരണ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോഴെങ്കിലും കൃഷാന്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കച്ചവടത്തിന് പറ്റുന്നതല്ല എന്റെ രാഷ്ട്രീയമായി ശരിയെന്ന് തോന്നുമ്പോൾ അതിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാരണം ചില കാര്യങ്ങൾ പറയില്ലേ നമ്മള്. അതെ അതെ, അതിപ്പോ മ്യൂസിക് ഒക്കെ കൂട്ടും, അവിടെ റാപ്പ് ഇടും. അപ്പോൾ ഇപ്പൊ പുരുഷപ്രേതം ഇസ് എ മൂവി അബൌട്ട് ഹൗ ദ ഗവൺമെന്റ് ഇസ് നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഡെഡ് പീപ്പിൾ. ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് ഹൗ നമ്മുടെ പേഴ്സണൽ ബയസസും സിനിമയും കാരണം നമ്മൾ ഭയങ്കര മെയിൽ ടോക്സിക് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അത് കാരണം സിസ്റ്റം എറർ വരും എന്ന് പറയുന്നതൊക്കെ സാധനമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഈ സൂപ്പർ സെബാസ്റ്റിൻ്റെ പാട്ടുള്ളതുകൊണ്ട് മറ്റേത് അങ്ങ് പൊയ്ക്കോളും. അപ്പം ഈ കച്ചവടം എന്ന് പറയുന്ന സാധനം കച്ചവടമല്ല, ഞാൻ പറയുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ദി ഓഡിയൻസ് വിത്ത് ദി ആർട്ട് വർക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രാഷ്ട്രീയവും പറയാം. പിന്നെ തമാശ, ഹ്യൂമർ ആസ് എ ഡിഫൻസ് ആൻഡ് ഡിസ്ഗൈസ് മെക്കാനിസത്തിൽ തമാശ പറയുമ്പോഴത്തേക്കും ഇത് പിന്നെ ഇപ്പോൾ സറ്റയറിലൊക്കെ കയറി നമുക്ക് കുറച്ചുകൂടി ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു കേരളം അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ അക്സെപ്റ്റ് ഒക്കെ ചെയ്യും ഇത്. അപ്പം ഞാൻ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയം പറയുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാനങ്ങനെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയം പറയുന്ന ഐ എം നോട്ട് എൻ ആക്ടിവിസ്റ്റ് അറ്റ് ഓൾ. പക്ഷേ എനിക്ക് ചില സാധനങ്ങളിൽ ആക്ടിവിസം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിൽ ഇത്രയും ബോംബിങ് നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രയും ബോംബ് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഇറക്കുന്ന സിനിമകൾ നോക്കുക നമുക്ക് എല്ലാത്തിലും ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഹൗ ഡു വി റിഫ്ലക്ട് ഓൺ ദാറ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഘാനയിലെ പ്രോബ്ലം, കോങ്കോയിലെ പ്രോബ്ലം, അല്ലെങ്കിൽ സുഡാനിലെ പ്രോബ്ലം. ഇതൊന്നും നമുക്ക് ഭയങ്കര പ്രിവിലേജിൽ ഇരുന്നിട്ട് ഫസ്റ്റ് ഹാഫ് കൊള്ളാനും സെക്കൻഡ് ഹാഫ് അത്ര മോശം എന്നൊക്കെ പറയുന്നൊരു മീഡിയമാണിത്. അപ്പോൾ ഇതിന് ഒരു 70s ഒരു അല്ലെങ്കിൽ 80s ഒരു ക്ലാസിക്സ് ഒക്കെ വന്ന പോലെ നമ്മളിപ്പോൾ ഇതിനെ കൺസിഡർ പോലും ചെയ്യണ്ട. ഇതിൻ്റെ രാഷ്ട്രീയം ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ 2 ആഴ്ചത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം വരും. അതിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്യുന്ന സിനിമ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എനിക്ക് അതിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്തു. അല്ലാത്ത സിനിമകളൊക്കെ പെനിട്രേറ്റ് ചെയ്തില്ല. ഇറ്റ് മേക്സ് അറ്റ്ലീസ്റ്റ് ഒരു 2 hours ഒക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റി തന്നെ ഇറ്റ്സ് വെരി ബിഗ്. ബിക്കോസ് നമ്മൾ മീഡിയ ബോംബാർഡ്മെന്റും ക്യാപിറ്റലിസവും ലോട്ട് ഓഫ് ടെക്സ്റ്റ് ആൻഡ് പെയിൻസ് ആൻഡ് പീപ്പിൾ ആൻഡ് എവറിത്തിങ് എവറിവെയർ. ഇതൊന്നും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയം ഒക്കെ പറ്റൂല എന്നാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ മെയിൻ ജോലി ചെയ്യേണ്ട രാഷ്ട്രീയക്കാരും ഗവൺമെന്റും പോളിസി മേക്കേഴ്സും ഇതൊക്കെയാണ്. സിനിമയ്ക്ക് ഇതിൻ്റെ ഒന്നും ഒരു സംഭവമില്ല. വേറെ ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, ഒരാൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് 24 മണിക്കൂർ ഉറങ്ങുന്ന പല്ല് കേൾക്കുന്നതാണ്. ഇറ്റ് ഹാസ് മോർ വ്യൂസ് ദാൻ എ ലോട്ട് ഓഫ് ഫിലിംസ് ദാറ്റ് ആർ ബീങ് മെയ്ഡ്. അപ്പോൾ ഇതെങ്ങനെ ഒരു സാധനം പറയാൻ വേണ്ടിയാണെന്നൊക്കെ ഒരു ബയസുമില്ല. പക്ഷേ രസമായിട്ട് പറയാൻ നല്ല രസമാണ്. അത് ഒരു ഫൺ മീഡിയ കമ്മ്യൂണിറ്റി വാച്ചിങ് ഒക്കെ ഉള്ളു. ഇപ്പോ നമ്മൾ ഈ ഒരു വിഷയമാണ് ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ചത്. ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സംശയങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചോദിച്ചാൽ രസം ഉണ്ടാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാൻ തോന്നുന്നു. മൈക്ക് കൊടുക്കും. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ മാറുന്ന സിനിമയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഷാരൂഖ് ഖാന്റെ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു പഠാൻ. അപ്പോൾ പഠാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഞാനായിക്കോട്ടെ എൻ്റെ കൂടെ വന്ന ആളുകളും എല്ലാവരും ഏകകണ്ഠമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പെയാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ സിനിമയായിരിക്കും ഇതെന്നാണ് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇറങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഈ കോവിഡ് ടൈമിൽ ഒരുപാട് പുറമുള്ള സിനിമകൾ കണ്ട് ഒക്കെ
നമ്മളെ സിനിമ കാണുന്ന ആളുകളുടെ സിനിമ നിലവാരം കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ നിലവാരം കൂടിയോണ്ട് തന്നെ നമ്മൾ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത്, തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നതും ഒരു ഫോറിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഹോളിവുഡിൽ ഇറങ്ങുന്നത് പോലുള്ള ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മലയാളത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട് സിനിമയ്ക്ക് എന്നറിയാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ കൊറിയൻ സിനിമകൾ അതൊക്കെ വയലൻസിന്റെ അതിപ്രസരമുള്ള സിനിമകളായിരിക്കും, പക്ഷെ അതിനും ആളുകൾ കൂടുതലുണ്ട്. അപ്പോൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അത് സെൻസർ ബോർഡ് പിടിച്ച് വെട്ടി ഫുള്ള് അലമ്പാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ലീഗലി അതിനെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആരാ പറയണേ? ഒരു ഭയങ്കര വേഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആയി കോവിഡിൽ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ്, സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആയി കോവിഡിൽ, പക്ഷെ മലയാള സിനിമയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചോദ്യം നമ്പർ 1. ഇത് സെൻസർ ബോർഡ് കാരണമാണോ എന്നുള്ളൊരു ചോദ്യം 2. ഇത് രണ്ടുമാണോ നിങ്ങളുടെ ചോദ്യം? അതെ. ഒരു എന്നുവെച്ചാൽ അല്ല, ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോ ഇംഗ്ലീഷ് സിനിമകളെല്ലാം 1000 കോടിക്കൊക്കെ മേലെയാണ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പാവങ്ങൾ 2 കോടി 3 കോടിക്കാണ് പടം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കമ്പാരിസൺ വരുമ്പോ വലിയ പ്രശ്നമാണ്. നിങ്ങൾ ടിക്കറ്റിന് കൊടുക്കുന്നത് അത് ഒരേ തുകയാണ്. 150 രൂപ ഉണ്ടെങ്കിൽ 1000 കോടിയുടെ സിനിമയും കാണാം, 50 ലക്ഷത്തിന്റെ സിനിമയ്ക്കും 150 രൂപ കൊടുക്കണം. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. പ്രേക്ഷകന് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചെറിയ തുക കൊടുത്താണോ ചെയ്തത് വലിയ തുകയ്ക്കാണെന്നുള്ളത്. ആ ഒരു ചലഞ്ച് ഇപ്പൊ ബാഹുബലി വന്നതിന് ശേഷം അങ്ങനത്തെ സിനിമകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മലയാളത്തിൽ ഇനി ഒരു ബാഹുബലി ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ട് ചെയ്താലും ബാഹുബലിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അത് കോവിഡിന് മുമ്പോ പിമ്പോ എന്നുള്ളതല്ല, പ്രേക്ഷകന് കോവിഡ് സമയത്ത് OTT വഴി എല്ലാ ഭാഷകളിലുള്ള സിനിമകൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ താങ്കൾ ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയതും മലയാള സിനിമകളാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. മലയാള സിനിമയ്ക്ക് ചരിത്രത്തിൽ ഇത്ര അധികം വിജയം നേടിയ ഒരു വർഷം ഉണ്ടായിട്ടില്ല. അപ്പോ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തതും വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമകൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സിനിമകളായി മാറി എന്നുള്ളതാണ്. അപ്പൊ കോവിഡിന് ശേഷം വന്നത് അങ്ങനെയാണ്. OTTയിൽ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോൾ മലയാള സിനിമകളെ ലോക ജനത തിരിച്ചറിഞ്ഞു, വിദേശത്തുള്ള മലയാളികളും തിരിച്ചറിഞ്ഞു. നല്ല സിനിമകളാണ് മലയാളം എന്നുള്ള ഒരു ധാരണയിൽ ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരു ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അവിടെ ഈ ബഡ്ജറ്റോ ഇതൊന്നും പ്രശ്നമല്ല. നല്ല സിനിമകൾക്ക് എന്നും ഡിമാൻഡ്. അതാ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഓവർസീസിനാണ്. ഈ ഓവർസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്റെ പോലും ഇതുവരെ ഉണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കേരളത്തിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ കിട്ടുക. അത് കഴിഞ്ഞാൽ ചെന്നൈ, ബോംബെ പോലത്തെ നഗരങ്ങൾ, അതിനേക്കാൾ ഏറെ ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ, ഇതാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് അറിയില്ല. ഇന്ന് മലയാള സിനിമ 50 കോടി 100 കോടി എന്നൊക്കെ പറയുമ്പോൾ അതിന് വന്ന കാരണം വിദേശ മാർക്കറ്റാണ്, കേരള മാർക്കറ്റിൽ നിന്നല്ല. ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാല് ഗൾഫ് നാടുകൾ അല്ലാത്ത രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വരെ, ഫിൻലാൻഡ്, സ്വീഡൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരെ പടം റിലീസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാന് ഇപ്പോ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്, ഞാനത് നേരത്തെ സൂചിപ്പിച്ചു, അപ്പൊ നിങ്ങൾ ഇതിന്റെ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയേണ്ടി വരികയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ എന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ 400 തിയേറ്ററുകളിൽ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവര് മിനിമം ഗ്യാരണ്ടിയിൽ പൈസ അഡ്വാൻസ് ആയിട്ട് തന്നു. ഇത് 20 വർഷം മുമ്പൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. മിനിമം ഗ്യാരണ്ടിയിൽ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പടം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് എല്ലാം, തിയേറ്ററുകളെല്ലാം പടം ഇറങ്ങി 1 മാസം കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. OTT ആയാലും ചാനലുകളായാലും എല്ലാം പടം ഇറങ്ങിയതിന് ശേഷം തരുള്ളൂ. പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ട്രെൻഡില് ഇത് കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ OTT വഴി ലോകം മുഴുവൻ പടം കാണും. ഇപ്പൊ കൊറിയൻ സിനിമകളെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾ കൊറിയൻ സിനിമകൾ കാണാൻ തുടങ്ങിയത്? OTT വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എഡിറ്റഡ് വെർഷനെ കാണുന്നുള്ളൂ. പിന്നെ കൊറിയൻ സിനിമയെ പറ്റി പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വയലൻസ് ഒന്നും മാത്രമല്ല, വളരെ മനോഹരമായ ആർട്ടിസ്റ്റിക്കലി വളരെ നല്ല സിനിമകളും കൊറിയൻ സിനിമകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മലയാള സിനിമയോട് കമ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള അഭിനയത്തിലായാലും കഥയിലായാലും വ്യത്യസ്തം പുലർത്തുന്ന സിനിമകളുണ്ട് കൊറിയന്നാണ്. അപ്പൊ എന്റെ അറിവിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി സംവിധായകർ പറയട്ടെ.
ഈ സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് ഒക്കെ ഭയങ്കര പുതിയ മീഡിയം അല്ലേ, അതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കേരളത്തിൽ വിറ്റുപോകുന്ന മദ്യം ഉണ്ടാക്കുന്ന പൈസ, അതായത് അത്രയും പൈസയ്ക്കാണ് നമ്മുടെ ഏറ്റവും ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമ നോക്കിയാലും കമ്പയർ ടു ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് 1% ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ സിനിമ, അതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തുള്ള ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് 5 ലക്ഷം രൂപയ്ക്ക് പടം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ സിനിമ ഈസ് ലൈക്ക് എ സന്തോഷ് പണ്ഡിറ്റ് ഫിലിം ടു ദ ഗ്ലോബൽ ഓഡിയൻസ് ബിക്കോസ് ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് എവറിഥിങ്. ഇതിൻ്റെ ഇടയിൽ നല്ല ആ പൈസയ്ക്ക് ഇറാനിയൻ ഫിലിം മേക്കേഴ്സ് സിനിമ എടുത്തിട്ട് അത് വേൾഡിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മണി ഒരു ഫാക്ടർ അല്ല, മണി ഒരു ഫാക്ടറും ആണ്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആസ്വാദന ശേഷിയാണ്. ഇപ്പോൾ നിങ്ങൾ ലാ കാസ ഡി പാപ്പയിൽ കണ്ടിട്ട് നിങ്ങൾ പോയി അജിത്ത് വെടിവെക്കുന്ന കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ലാ കാസ ഡി പാപ്പയിലെ സ്റ്റണ്ടിൻ്റെ ബഡ്ജറ്റ് അജിത്തിൻ്റെ സിനിമയുടെ ബഡ്ജറ്റാണ്. അത് ഭയങ്കര, അതായത് അജിത്ത് ലൈക്ക് സൂപ്പർ സ്റ്റാർ തലമാൻ, അയാളുടെ സിനിമയുടെ ഫുൾ ബഡ്ജറ്റ് അവരുടെ സ്റ്റണ്ടിനുണ്ട്. ദാറ്റ്സ് എ സീരീസ് ഇൻ സ്പാനിഷ്. അപ്പോൾ everything is dependent on money also. Like you cannot choreograph a stunt for 20 days in Malayalam cinema. And if you are doing that, you will definitely like that fight. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഹൈ ആയതാണ് പ്രശ്നം. പിന്നെ ഫിലിം മേക്കേഴ്സിന് മണിയും കിട്ടുന്നില്ല. ആ സ്റ്റാൻഡേർഡ്സിനടുത്ത് മാച്ച് ചെയ്യാൻ വേണ്ടി മണി കിട്ടുന്നില്ല. മണി കിട്ടിയാലും അത് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിന്നെ ഭയങ്കരമായിട്ട് ഒരു ഫോറിൻ കണ്ടന്റിന് എല്ലാവരുടെയും സ്കിന്ന്, റേസ്, ലൈറ്റിങ്, കളറ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ദ ക്യൂരിയോസിറ്റി ഫാക്ടർ ഇസ് മോർ. അപ്പം നിങ്ങൾ അവരുടെ ജോക്സും ലോക്കൽനെസ്സും ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാം കൂളാണ് അതിൽ. പക്ഷെ മലയാളത്തിലെ പല സാധനങ്ങളും നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതെല്ലാം ഫാക്ടേഴ്സാണ്, അല്ലാതെ ഇതിന് ഒരു ക്ലിയർ കട്ട് ഇതില്ല. അല്ല, എനിക്ക് സാർ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസിലടക്കം നമ്മുടെ സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കണം. നമ്മുടെ ഫെസ്റ്റിവൽസിൽ അവർ ട്രാവൽ ചെയ്താലൊക്കെ നമ്മൾ കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു 3-4 സിനിമകളുടെ പേര് എടുത്ത് പറഞ്ഞിട്ട് റീസെൻ്റ്ലി കണ്ട സിനിമകളാണ്, ഈ സിനിമകളൊക്കെ എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ഫിലിം മേക്കേഴ്സൊക്കെ ആരാണ് എന്നൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവരാരും നമ്മളിവിടെ ഇറങ്ങുന്ന സിനിമയുടെ ബഡ്ജറ്റ് വാല്യൂയോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റിയല്ല ആദ്യം സംസാരിക്കുന്നത്. ഇറാനിയൻ സിനിമയെ പറ്റി നമ്മൾ ഏത് കാലത്ത് സംസാരിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ ഇവർ പറയുന്ന കഥകൾ എന്ത് രസമാണ്, ഇവരുടെ ലൈഫിനെ ഇവരെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്നാണ് ആദ്യകാലം പോലെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ലെജൻസിനെയൊക്കെ നമ്മൾ ആരാധിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള സിനിമകളെ ചെറുതെന്നോ വലുതെന്നോ സ്കെയിൽ ഡിഫറൻസോ സൂപ്പർ സ്റ്റാർഡമോ ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ ഈ OTT വന്നതിന് ശേഷം, ഈ കാലത്തിന് ശേഷം ലോകത്ത് എവിടെ ചെന്നാലും ആളുകൾ കാണുകയും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകളെ പറ്റി എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ കണ്ടന്റാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. സോ അത് പോകുന്നു, അതിൻ്റെ പിന്നാലെ ബാക്കി എല്ലാവരും പോകുന്നു, ഇൻഡസ്ട്രി പോകുന്നു, സൊസൈറ്റി പോകുന്നു, കൾച്ചർ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇനി അടുത്ത ചോദ്യം. ഹലോ, എൻ്റെ ചോദ്യം കൃഷാന്ത് സാറിനായിട്ടാണ്. സാർ ഇപ്പം നേരത്തെ നമ്മൾ സിനിമയിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോൾ ഫലസ്തീനെ പറ്റി ഒരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ സാറ് നേരത്തെ സംസാരിച്ചു. സാറ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേദികളിൽ ഗാസയെ പറ്റിയും ഫലസ്തീനെ പറ്റിയും സംസാരിക്കൊണ്ടിരുന്നുണ്ടെങ്കിലും ഇക്കാലത്ത് എല്ലാവരും ഇത് ഒരു ബോയ്ക്കോട്ട് മൂവ്മെന്റിനെ പറ്റി ഞാൻ പറയാതെ തന്നെ സാറിനറിയാം. സാറിന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന കുപ്പി കൊക്കോകോളയുടെ കുപ്പിയാണ്. ഈ പരിപാടി സ്പോൺസർ കൊക്കോകോളയാണ്. സാർ ജസ്റ്റ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊക്കോകോള കിട്ടും. ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. അവിടെ അവർ ആരും അറിയപ്പെടുന്നില്ല, അവരുടെ ഡാറ്റയാണ് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വേദിയിൽ ഇരുന്നിട്ടാണ് സാർ ഫലസ്തീനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളൊരു ഇതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ക്യാപിറ്റലിസത്തിന്റെ കോറിൽ കൺസ്യൂമേഴ്സ് പോലും അല്ല, പ്രോഡക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾക്ക് ഐഡന്റിറ്റി ഒക്കെ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ യു ആർ ജസ്റ്റ് ഡാറ്റ ആൻഡ് സമൺ ഈസ് മേക്കിംഗ് മണി ഔട്ട് ഓഫ് യു. യു ചെക്ക് ഇൻ ടു ദിസ് പ്ലേസ്, യുവർ ഡാറ്റ, എനി പ്ലേസ്. When you bond your data, hospitals will make money out of you. എല്ലാം ഇങ്ങനത്തെ ഒരു ക്യാപിറ്റലിസത്തിന്റെ മധ്യത്ത് നമ്മൾ വന്ന് നിന്നിട്ട് എന്ത് ഗുണവധികാരം പറഞ്ഞാലും ഇറ്റ് ഇസ് സ്റ്റുപ്പിഡ്. പക്ഷെ അത്രയും നൈലിസ്റ്റിക് ആയിട്ട് നമ്മൾ ലോകത്തിനെ കാണണ്ട. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 20 വയസ്സിന് മുമ്പ് ആത്മഹത്യ ചെയ്തു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, നമ്മളൊരു ഫാമിലി ഉണ്ടാക്കുക, ആ ഫാമിലിയിലോട്ട് നമ്മൾ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക. അവരെ ഈ ക്യാപിറ്റലിസത്തിന്റെ ഷാർപ്നെസ്സിൽ നിന്ന് മണി വെച്ച് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൽ സേഫായിട്ട് ജീവിക്കാൻ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് പ്ലാൻ. ടഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പൊരുതണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി എടുക്കാതെ പൊരുതണം മാൻ. കാരണം ക്രോക്സ് ആണ്, റാംഗ്ലർ ആണ്, നൈക്കി ആണ്, എല്ലാം ആണ്. ഞാനല്ല, എല്ലാവരും
എന്താണ് അപ്പോൾ ഇതൊരു ക്യാപിറ്റലിസം വേൾഡിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാപിറ്റലിസം വേൾഡിൽ നിന്നിട്ട് ഡിജിറ്റലിന് പൈസ കൊടുത്തിട്ട് ഗാസയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാർ ഇട്ടൊക്കെ പറഞ്ഞ്, സോ അത് നൈലിസമാണ്. മീൻ ഫ്രണ്ട് ഈ നീഷയ്ക്ക് ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രായത്തിൽ തോന്നും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ വീട്ടിൽ ബോംബ് വീഴുന്നില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് തോന്നും. അപ്പം ഈ ഒരു തോന്നലിൻ്റെ അത് നമ്മൾ പ്രായം കൊണ്ടും ഇതൊക്കെ വരുന്നതാണ്. കാരണം അവിടെ പോയി യുദ്ധം നമ്മളിപ്പോൾ കുറച്ച് ഇപ്പം ഞാൻ ഈ വെള്ളം ബഹിഷ്കരിച്ചു, ഓക്കെ, എന്ത് പറ്റുന്ന ഈ വെള്ളം വേറെ ആരെങ്കിലും കുടിക്കും? അതെ, അങ്ങനെ നമുക്ക് ഒരു ചെറിയ ബഹിഷ്കരണം കൊണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ബഹിഷ്കരിക്കാം, ഇതെൻ്റെ പ്രിൻസിപ്പിളാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാം, അപ്പം അതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ നൈലിസ്റ്റിക് ആയിട്ട് ലോകത്തിന് കാണണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പോളിസി മേക്കേഴ്സ് പോലും കാണുന്നില്ലെന്ന്. അതായത് വാർ സപ്ലൈ ചെയ്യുന്ന അമേരിക്കൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ചൈന സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതുവരൊന്നും കാണുന്നില്ലെന്ന്. We will look at a future in 2041 when there was a period where our decisions had resulted in a war and killed a lot of people. And നമ്മൾ ഈ പീരീഡിനെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് നമ്മൾ ഭയങ്കര സ്കെപ്റ്റിക്കലാണ് ഭാവിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പീരീഡിൽ നിന്ന് പോകുന്ന ഭാവി ഇതിനെക്കാട്ട് നല്ല ഭാവിയാവുമെന്ന് വിചാരിക്കുന്നെങ്കിലും ഭയങ്കര ഹോപ്പ് വേണം. അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാവരും വീട്ടിലെത്തുന്ന പ്രോഡക്റ്റ് FMCG ആയിരിക്കണം. അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അല്ലെ, ഞാനൊന്ന് പറയാം, ഈ പ്രോഡക്റ്റ് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം കൊക്കക്കോള എന്നുള്ള ബ്രാൻഡ് താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ വെള്ളം നമ്മുടെ ഗ്രൗണ്ട് വാട്ടറാണ്, ഈ കുപ്പി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിനു വേണ്ടി ജോലി ചെയ്തവരെല്ലാം ശമ്പളം കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്, നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷൻ യുഗത്തില് ഇത് ഇന്ത്യൻ പ്രോഡക്റ്റ്, എന്റെ പ്രോഡക്റ്റ് ആ രാജ്യങ്ങളിൽ വിൽക്കുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റ് ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്ലോബലൈസേഷനിൽ അത് പറയുന്നതിൽ അർത്ഥമില്ല. ബാക്കി രാഷ്ട്രീയം വേറെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ വിശാലമായ ഒരു ചോദ്യവും ഉത്തരവൊക്കെ ആണെന്ന് എനിക്ക് തോന്നി. ഒരു ചോദ്യം കൂടെ നമുക്ക് എടുക്കാനുള്ള സമയവും സാഹചര്യവും ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, സാറിനോടാണ് ചോദ്യം. പറയുന്നത് തെറ്റിപ്പോയി ക്ഷമിക്കണം, സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം പറഞ്ഞു നമുക്ക് 20 ദിവസത്തിനെ കൊണ്ടൊരു സ്റ്റണ്ട് മലയാള ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് വെച്ചിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്പൈഡർമാൻ അങ്ങനെയുള്ള ഫിക്ഷൻ മൂവീസ് മലയാളത്തിൽ നമുക്ക് പ്രാക്ടിക്കൽ ആവാത്തത് അതിന് അത്രയും മണി പുള്ളിയാൻ പറ്റിയ ആക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അത്രയും സ്കില്ലില്ലാത്ത ഡയറക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ, അത് നമുക്ക് ശരിക്കും ഈ സിറ്റുവേഷൻ അത് വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ടാണോ? ഇത് അങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് ഒന്നുമില്ല. ചിലപ്പം ഇപ്പൊ സാർ പറഞ്ഞ പോലെ എല്ലാ കൺട്രീസിലും റിലീസൊക്കെ ആയിട്ട് നമ്മുടെ ബാങ്ക് എടുത്ത് കൂടുമ്പോഴത്തേക്കും വി ആർ റെഡി ടു സ്പെൻഡ് 1 year or 2 year in making a film. അപ്പോൾ അത് നല്ല പോസിബിലിറ്റി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഫിലിമിൽ. അതിനുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ അടുത്ത സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അത് പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർക്ക് 5 മിനിറ്റ് പറയാൻ പറ്റില്ല സർ. അവർക്ക് 5 മിനിറ്റ് ഭയങ്കര, കാരണം ദേ ആർ നോട്ട് തിങ്കിങ് ആസ് എ സ്റ്റോറി, ദേ ആർ തിങ്കിങ് ആസ് ഇതിന് ഇപ്പോൾ സ്പൈഡർവേഴ്സിൻ്റെ സ്റ്റോറി എന്താ അച്ഛൻ മകൻ എന്നൊക്കെ പറഞ്ഞ ഒരു സെക്കൻഡ്സ്. പക്ഷേ ഇവർ ഇതിനൊരു വിഷ്വൽ കൊളാജൊക്കെ പോലെയാണ് ചിന്തിക്കുന്നത്. ഇതിന് നല്ല ബിസിനസ്സുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിന് പൈസ, യു പമ്പ് ഇൻ മണി ആൻഡ് യു ട്രൈ ടു പമ്പ് മണി ബാക്ക് ഇൻ ദ ഇൻഡസ്ട്രി ഓഫ് സിനിമ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. നല്ലത് ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വി കനോട്ട്, ഇറ്റ്സ് വെരി ടഫ് ടു ഗെറ്റ് 100 crores. ആൻഡ് ഇഫ് യു ഫോർ 100 crores എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30 crores ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 100 crores ഒരു നല്ല ബിസിനസ് മോഡലാണ്. അറ്റ്ലീസ്റ്റ് ഒരു 30 crores. 4 crores 100 crores കിട്ടുന്നത് ലക്കാണ്. സംടൈംസ് ഇറ്റ് വർക്ക്, സംടൈംസ് ഇറ്റ് ഡസന്റ്. ദേർ ഈസ് നോ ഫോർമുല ഇൻ. പക്ഷേ 30 crores കിട്ടുന്ന 100 crores കിട്ടുന്ന ലക്ക് മാത്രമല്ല. ഇറ്റ്സ് അബൌട്ട് മാർക്കറ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് വെരി ലോട്ട് ഓഫ് സ്ട്രാറ്റജീസ് ആർ ഓൾസോ ഇൻവോൾവ്. കാരണം നമുക്ക് ഈ പരിപാടി ചെയ്യാനുള്ള സ്ട്രാറ്റജീസും കൂടെ വരും. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ എന്തായാലും മലയാളത്തിൽ സൂൺ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പല സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആൾക്കാർ പറക്കുന്നു ചാടുന്നൊക്കെ ഉണ്ട്. സ്പൈഡർമാനൊക്കെ പോലെ കോസ്റ്റ്യൂമിലൊക്കെ ഉണ്ട്. സൂപ്പർ ഹീറോ മാത്രമല്ല, ഒരു ഫിക്ഷണൽ മൂവീസ്, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഗഗനാചാരി എന്നുള്ള പടം അതൊരു അടിപൊളി മൂവിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഫണ്ട് റൈസ് ചെയ്ത് കുറച്ചുകൂടി ഒരു വലിയ ലെവലിൽ എന്തുകൊണ്ട് എടുക്കാതിരുന്ന, മീൻസ് അതൊരു ചെറിയൊരു സ്റ്റോറി ചെറിയ രീതിയിൽ എടുത്തതുപോലെ തോന്നിപ്പോയി ആ പടത്തിന്റെ ആ ഒരു. ഗെറ്റിംഗ് ഇൻ ടു എ ടോപ്പിക് വിച്ച് ഇസ്
നോട്ട് ഈസിലി അക്സെപ്റ്റബിൾ ടു പ്രൊഡ്യൂസേഴ്സ് ഓർ ആർട്ടിസ്റ്റ് ഓർ OTTs. അപ്പം നമ്മളതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ കുറച്ച് പൈസ റിസ്ക് കുറച്ച് കഴിഞ്ഞാൽ റിസ്ക് വേഴ്സസ് റിവാർഡിൻ്റെയൊക്കെ സാധനം കൂടുതലാവും, നമുക്ക് പൈസ കൂടുതൽ കിട്ടും. If we made Gaganchari for 10 crores and the money that Gaganchari made would never match, and we will never be able to make another Gaganchari. അല്ല ബ്രോ, ഇതിന് വി ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് സമ്മൺ എൽസസ് മണി. ഇപ്പം നമ്മൾ വല്ലവരെ പൈസ, ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്ന 1 കോടി വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് വീട് കിട്ടും, എത്ര പേര് 2 വർഷം ശരിയാവും. ഈ പൈസ കൊണ്ട് കളയാൻ പറ്റുമോ നമുക്ക്? എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി സ്റ്റുപ്പിഡ്. ഈ പൈസ എന്ന് പറയുന്നത് കോടി 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 എന്ന് പറഞ്ഞിട്ട് ഓണം മെമ്പർ തൊട്ട് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു വിട്ട് സിനിമാ നടന്മാർ വാങ്ങിക്കുന്ന കൊണ്ട് ഈ കോടി ഭയങ്കര ചെറിയ സാധനം, ഭയങ്കര പൈസയാണ്. ദിസ് ക്യാൻ ഗിവ് ഹോംസ് ടു പീപ്പിൾ. അപ്പം യു ഷുഡ് നോട്ട് തിങ്ക് ഓഫ് കോടി ആസ് 1 കോടി കൂടെ കൊടുത്തിട്ട് അത് ഭയങ്കര പാടാണ്. ഒരു ചോദ്യം കൂടെ അല്ലേ, ചോദിച്ചോ. ഞാൻ ഒരു വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു എന്നെ ആകർഷിച്ചത് ഇപ്പോൾ ഈജിപ്തിൽ പോയപ്പോൾ അവിടെയും സാധാരണക്കാർ നമ്മുടെ ഹിന്ദി സിനിമയെ പറ്റി ചോദിക്കുന്നുണ്ട്. ചൈനയിലത്തെ ആളുകൾക്കും കൂടി നമ്മുടെ ഇന്ത്യൻ സിനിമകളെ പറ്റി, ഹിന്ദി സിനിമകളെ നടന്മാരെ ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചനൊക്കെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും എന്താണ് ഇന്ത്യൻ സിനിമകളെ ഇത്രയധികം വിദേശ നാടുകളിൽ ആളുകൾ അത് ഏറ്റവും സപ്ലൈ വാട്ടർ സപ്ലൈ, വാട്ടർ ക്ലീനേഴ്സ് വരെയാണ് ഇതൊക്കെ ചോദിക്കുക. എന്താണ് ഇത്ര നമ്മളെ ഈ ഇന്ത്യൻ സിനിമകൾക്ക് ഇത്ര ഒരു ലോക പ്രചാരം കിട്ടാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഈ അഫ്ഗാനിസ്ഥാൻ ഈ ഏരിയയിലൊക്കെ അവർക്ക് ഉറുദു ഭാഷയായതുകൊണ്ട് ഹിന്ദി കുറച്ചും കൂടെ പരിചയപ്പെടും, അറബികളും. അങ്ങനെയാണ് ആ ഒരു ബെൽറ്റില് ഹിന്ദി സിനിമകൾ പ്രചാരത്തിൽ വന്നത്. പിന്നെ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഒരു പോപ്പുലേഷൻ, ഇന്ത്യൻ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പൊ അവരിലൂടെ ആ കാലം മുതലേ സിനിമ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ ഇന്ത്യയിലേക്കൊക്കെ വരാൻ സമയമെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയത് കൊണ്ടായിരിക്കാം. എന്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് എനിക്കതേ പറയാൻ പറ്റുള്ളൂ. സാറ് പട എന്ന സിനിമയെ കുറിച്ച് പട മെൻഷൻ ചെയ്തില്ല. പട എന്ന സിനിമയെ കുറിച്ചുള്ള പട മൂവി സാറ് പട എന്ന മൂവിയെ കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ ആ മൂവി കണ്ടതാണ്. അത് അതിൻ്റെ അകത്ത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഒപ്പിച്ച് ആ മൂവി കയറുന്നില്ല. ഇപ്പൊ സാധാരണ നമ്മൾ പറയുമ്പോൾ അതിന്റെ സംവിധാനം എനിക്കൊന്ന് കമൽ ആയിരുന്നില്ല, കമൽ KB അങ്ങനെ കമൽ K. അപ്പൊ നോർമലി ഇത് നമ്മളിപ്പോ ഒരു മൂവിക്ക് കയറുമ്പോൾ നോർമലി ഇപ്പൊ MTയുടെ കാര്യം തന്നെ എടുക്കുമ്പോൾ, അതായത് അദ്ദേഹം 2ാം പടം സിനിമയ്ക്കായിട്ട് അതിനു മുമ്പായിട്ട് എന്താ മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ഒരു സിനിമ വ്യക്തി ഉണ്ടല്ലോ അവസാനം ഇറങ്ങിയത്, അങ്ങേരെ ആ സിനിമ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അദ്ദേഹം ട്രീറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം മോശമായിട്ട് പുള്ളിക്ക് തോന്നി. എന്താ നമ്മുടെ മോഹൻലാൽ കംപ്ലീറ്റ് ഷേവാൻ ചെയ്ത ഒരു ഒടിയന്റെ ലാസ്റ്റ് കൊണ്ട് ഭയങ്കര ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ടാലന്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ ലോകത്തിനടുത്ത് അറിയപ്പെടുന്നു നമ്മൾ പറയുന്നു. ഞാൻ ഈ പൂനെയിലെ ഫിലിം ആർക്കൈവ്സിൽ പോയി. അവിടെ MTയെ കുറിച്ചുള്ള ഇംഗ്ലീഷ് ബുക്സ് 2 or 3 എണ്ണമാണ് ഞാൻ കണ്ടത്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചും മൃണാൾ സെന്നിനെ കുറിച്ചും സത്യത്തിനെ കുറിച്ചൊക്കെ 100 കണക്കിന് ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. ഈ ലാംഗ്വേജ് ഇല്ലാതെ എങ്ങനെയാണ് ലോകത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ അറിയുന്നത്? കാരണം MT എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങൾ സെല്ല് ചെയ്യാനുള്ള യാതൊരു കഴിവില്ലാത്ത ആളാണ്. അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ്. ബാക്കിയെല്ലാം നല്ല മകം പിറന്ന ബിസിനസ്സുകാരാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് MTക്ക് ഇല്ലാണ്ട് പോയി. അപ്പൊ ശരിക്കും പറഞ്ഞ ലോകത്തുള്ള മലയാളികൾക്ക് അല്ല മറ്റു ഭാഷപ്പെട്ട ആൾക്കാർക്ക് MTയുടെ നല്ല സിനിമകൾ അങ്ങനെ എത്തപ്പെടേണ്ട അവസരം സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ നിഷേധിക്കാൻ സർക്കാർ തന്നെ യാതൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. കാരണം അദ്ദേഹം ആരെ എങ്ങനെ പ്ലീസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ. അതൊരു ചോദ്യത്തെക്കാൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഈ ഒരു ദിവസം നമ്മളിപ്പോ ഈ ഒരു ചർച്ചയും സംസാരങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഇനിയും ചോദ്യങ്ങളും ഉത്തരങ്ങളും
ഒക്കെ പറയണം, ചോദിക്കണം എന്നൊക്കെ ഉണ്ടാവും. ഇവര് അല്പസമയം കൂടിയൊക്കെ ഈ പരിസരത്തൊക്കെ കാണും. നിങ്ങൾക്ക് അത്രയും ചോദിച്ചേ മതിയാവും തോന്നുകയാണെങ്കിൽ ഇവരോട് ചോദിക്കൂ പുറത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് സെഷൻസ് ഉണ്ട് ഇവിടെ. മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന കലാ സാഹിത്യോത്സവത്തിൽ ഇത്ര നേരം ഇവിടെ വന്ന് ഈ ഒരു അധ്യായത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. നന്ദി പറഞ്ഞു തീർക്കുകയല്ല, മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇത് അവതരിപ്പിച്ച ചന്തു ജഗന്നാഥൻ, ചന്തു ചേട്ടൻ, താങ്ക് യു. എല്ലാവരോടും സ്നേഹം. താങ്ക് യു.